എവിടെയാ മാറ്റം? നിങ്ങൾക്കറിയാമല്ലോ, ഈ രാജ്യത്ത് BJP വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ വിഷമമില്ലാതെ പോയി. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി എന്നീ ഗവൺമെന്റ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയാവുന്നു. നമ്മുടെ രാജ്യത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രധാനമന്ത്രിയായപ്പോഴും രാജ്യത്തിന്റെ സമസ്ത മേഖലയും തകർത്തുകൊണ്ട്, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട്, നമ്മുടെ പാരമ്പര്യം, മഹത്വത്തെയും പൈതൃകത്തെയും അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കിരാതന്റെ ദുഷ്ടലാക്കൂടിയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇവിടെ മാറ്റമുണ്ടാക്കുവാൻ പറഞ്ഞു, രാജ്യം തകരുകയാണ്, രാജ്യം നിന്ന് കത്തിയാണ്. നിങ്ങൾക്കറിയാം എന്താ നമ്മളോട് ആദ്യം പറഞ്ഞത്? ഈ രാജ്യത്ത് നമ്മളോടൊക്കെ പറഞ്ഞ കാര്യങ്ങളാ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എത്ര രൂപയ്ക്കാണ് പെട്രോൾ തരുന്നത്? 50 രൂപയ്ക്ക് പെട്രോൾ തരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഈ കേരളത്തിൽ എവിടെയെങ്കിലും അതിനുശേഷം എന്താണ് BJP അധികാരത്തിൽ വരുമ്പോൾ 62 രൂപ, 62 രൂപ കിടക്കുന്ന പെട്രോൾ വില ഇന്ന് എവിടെയായി? ഈ രാജ്യത്തെ BJPയുടെ ഗവൺമെന്റ്, MP മാരടക്കം മന്ത്രിമാരടക്കം ഇന്ന് വരെ അവരൊരു പോയിന്റ് ഓഫ് ഓർഡർ പാർലമെന്റിൽ അവതരിപ്പിച്ചില്ല. അല്ലയോ ഗവൺമെന്റ്? നമ്മൾ അവതരിപ്പിച്ച നമ്മുടെ പ്രഖ്യാപനത്തിൽ പറഞ്ഞ 50 രൂപ പെട്രോൾ കൊടുക്കുവാൻ കഴിയാത്ത ഗവൺമെന്റ്, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എത്രയാണ്? ഓരോ കർഷകന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയിലുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. നമ്മുടെ ആളുകളെല്ലാം ആഞ്ഞുകുത്തി. എവിടെ കുത്തി? BJPയുടെ വോട്ട് പെട്ടിയിൽ കുത്തി. 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന നരേന്ദ്രമോദിയും BJPയും. നിങ്ങൾ ആലോചിക്കണം, ഞാനടക്കമുള്ള പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിൽ കിടന്ന പണം ഓരോ ദിവസം കഴിയുന്നതോറും അതാന്ന് പിൻവലിച്ച് ഈ രാജ്യത്തെ മാഫിയകൾക്ക് വേണ്ടി കൊടുത്ത പ്രസ്ഥാനമായി BJP മാറി. പാവപ്പെട്ട ആളുകൾക്ക് 15 ലക്ഷം രൂപ കൊടുത്തില്ല. എന്ത് ചെയ്തു? 1 രൂപ 1000 രൂപ ഒരു കർഷക തൊഴിലാളിയുടെ പണം ബാങ്കിലുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അത് സീറോ ബാലൻസിലേക്ക് എന്ന അവസ്ഥ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും ബജ്രാംഗദളും RSSകാരനും അതുപോലെ ബജ്രാംഗദളടക്കമുള്ള ആളുകൾ വരുത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്തുണ്ടായി. എന്തിനു വേണ്ടി ആയിരുന്നു മനസ്സിലായില്ലേ? ഈ നോട്ട് നിരോധനം നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഭൂമാഫിയകൾക്കും BJPയുടെ മുതലാളിമാർക്കും അവന്റെ പണം സംരക്ഷിക്കുവാനും മാറുവാനുള്ള ഗൂഢതന്ത്രമായി മാറി. ഏതെങ്കിലും രാജ്യത്ത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ്, കോടിക്കണക്കിന് രൂപ നമ്മുടെ കേന്ദ്രത്തിന്റെ ഖജനാവിൽ നിന്നും റിസർവ് ബാങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ കാലിലൊന്ന് രൂപ പോലും മെച്ചപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ത്യ രാജ്യം നോട്ട് നിരോധനം ഉണ്ടായി. കേരളത്തെ പോലുള്ള പാവപ്പെട്ട സംസ്ഥാനങ്ങൾ പിന്നോക്ക അവസ്ഥയിലായി, സാമ്പത്തികമായി കൂപ്പുകുത്തി. ഏതാണ്ട് 15ഓളം സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തെ അതിന്റെ മെറിറ്റിൽ നിന്ന് താഴേക്ക് വന്നു. സാമ്പത്തിക ഗ്രോത്ത് തകർന്ന് തരിപ്പണമായി, കാർഷിക മേഖല തരിപ്പണമായി, ചെറുകിട വ്യവസായ മേഖല തരിപ്പണമായി, ദൈനംദിനം വിനിമയം നടത്തുന്ന സാമ്പത്തിക മേഖലയെല്ലാം തകർന്ന് തരിപ്പണമായി. ആർക്കാ ഗുണമുണ്ടായത്? നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPക്കും അല്ലാതെ നോട്ട് നിരോധനം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ആളുകൾക്കും ഗുണം കിട്ടാത്ത അവസ്ഥയായി നോട്ട് നിരോധനം കൊണ്ട്. ഇപ്പോഴെന്താ സ്ഥിതി? ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിലൂടെ മുന്നോട്ട് വന്ന ഗവൺമെന്റ് അത് ഓരോ ദിവസം കൂടി നമ്മുടെ രാജ്യത്ത് അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ബഡ്ജറ്റുകളെല്ലാം രാജ്യത്തെ പാവപ്പെട്ടവന് വിരുദ്ധമായിരിക്കുന്നു. നമുക്കറിയാം, ഈ രാജ്യത്ത് ഒറ്റേറെ മാറ്റമുണ്ടാക്കി തരാമെന്ന് നമ്മളോട് പറഞ്ഞു. അവർ എന്ത് മാറ്റമുണ്ടാക്കി? ഒരു മേഖലയിലും മാറ്റമുണ്ടാക്കിയില്ല. ബഡ്ജറ്റ് സംവിധാനം എല്ലാം തകർന്ന് തരിപ്പണമായി. പാവപ്പെട്ടവന് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. ഇന്ത്യയിലെ സമസ്ത കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി. കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. പരമ്പരാഗതമായ വ്യവസായങ്ങൾ തകർന്ന് തരിപ്പണമാക്കി. എല്ലാ വ്യവസായങ്ങളും, ചെറുകിട വ്യവസായങ്ങളും, കമ്പനികളും, കോർപ്പറേഷനുകളെല്ലാം അദാനികൾക്കും അംബാനികൾക്കും മുതലാളിമാർക്കും വിറ്റ് കാശാക്കുന്നു. നമ്മുടെ രാജ്യത്ത് സംവരണം അട്ടിമറിക്കപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് സംവരണം അട്ടിമറിക്കപ്പെടുവാൻ അല്ലാതെ ഗവൺമെന്റ് തയ്യാറാക്കിയ ഹിഡൻ അജണ്ട എന്താണ്? നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവന് സംവരണാടിസ്ഥാനത്തിൽ കിട്ടുന്ന തൊഴിലും, ഇവിടെ മുസ്ലിം സമുദായത്തിന് 12%, ഈഴവ സമുദായത്തിന് 14%, പട്ടികജാതിപ്പെട്ടവർക്ക് വിഭാഗത്തിന് 10%, ക്രിസ്ത്യാനിക്കും ഈഴവർക്കും അടക്കമുള്ള ആശാരി മൂശാരി അടക്കം കിട്ടുന്ന ആനുകൂല്യങ്ങൾ തന്ത്രപരമായി അട്ടിമറിക്കുന്ന ഹിഡൻ അജണ്ടയുമായിട്ടാണ് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത്.
അവിടെ വിറ്റഴിക്കുന്ന സ്വഭാവത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അവിടെ അട്ടിമറിക്കപ്പെടുന്നത് സംവരണ സംവിധാനമാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ എത്രയോ സ്ഥാപനങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ GCC അടക്കം, അതുപോലെ പിന്നെ KSF അടക്കം, നമ്മുടെ രാജ്യത്തെ ആലുവയിലുള്ള FACT അടക്കം, അതോടൊപ്പം തന്നെ ബീറ്റർ കമ്പനി അടക്കം നിരവധി കമ്പനികൾ, പുല്ലല്ലൂരിലെ പേപ്പർ മില്ല് അടക്കം, ഫ്ലൈവുഡ് ഫാക്ടറി അടക്കം എത്രയോ നാളുകൾക്ക് മുമ്പ് മുതലാളിമാർക്ക് വിറ്റ് കാശാക്കി. അവിടെ തൊഴിലെടുത്ത ആളുകൾ ഇന്ന് ടൈറ്റാനിയം വിറ്റ് കാശാക്കുമ്പോൾ അവിടെ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സംവരണമുണ്ട്. ആ സംവരണ സംവിധാനമാണ് കേരളത്തിൽ BJP അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ റെയിൽവേ എന്ന് പറയാം, റെയിൽവേയിൽ നിന്ന് ആളുകൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിൽ 100 പേരെ എടുക്കുമ്പോൾ 12 പേരെ മുസ്ലിംകൾ കിട്ടുമെങ്കിൽ, 14 പേരെ ഈഴവന് കിട്ടുമെങ്കിൽ, 10 പേർക്ക് പട്ടികജാതിക്കാരന് കിട്ടണമെങ്കിൽ, അതോടൊപ്പം ആശാരിക്ക് 4 പേരെ കിട്ടുമെങ്കിൽ, ക്രിസ്ത്യാനിക്ക് 5 പേരെ കിട്ടുമെങ്കിൽ, അവിടെ ഒന്നും കിട്ടാതെ മുതലാളിമാർക്കും അദാനിമാർക്കും IRTC അടങ്ങുന്ന കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും BJPയുടെ ഗവൺമെന്റ് വിറ്റഴിക്കുന്ന മുതലാളിമാരായി മാറിയിരിക്കുന്നു. അങ്ങനെ സാമ്പത്തിക സംവിധാനത്തിലൂടെ സമസ്ത മേഖലയിലൂടെ തകർത്തു കൊണ്ടുപോകുന്ന കിരാത ഭരണകൂടം ഇന്ത്യ രാജ്യത്ത് ഭരിക്കുമ്പോൾ ഇവിടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട BJPയുടെ അല്ലാത്ത ഒരാൾക്ക് ജീവിക്കപ്പെടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയും BJPയും RSSും സംഘപരിവാറും അടങ്ങുന്ന ആളുകൾ, അവർക്ക് ഈ രാജ്യത്തിന് എന്തായിരുന്നു പങ്ക്? നിങ്ങൾ മനസ്സിലാക്കി, ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കണം. നിങ്ങൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ നേടിയെടുക്കുമ്പോൾ ഇന്ത്യ സമര പോരാട്ടം കൊണ്ട്, നിരവധി പോരാട്ടം കൊണ്ട്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ മരണ പോരാട്ടം നടത്തി ജീവൻ കൊടുത്തു നേടിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മതേതരത്വവും അട്ടിമറിക്കുന്ന നടപടിയിലൂടെ അല്ലേ ഇന്ത്യയിലെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത്? ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കും മതേതര സങ്കല്പ ജീവികൾക്കും കറുത്ത ദിനങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് പാരമ്പര്യമായി പൈതൃകമായി ഉണ്ടാക്കിയെടുത്ത സമസ്ത മേഖലകളെയും തകർത്തുകൊണ്ട് ഒരു സമുദായത്തിന് വേണ്ടിയും ഒരു ഹൈന്ദവ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലാണ് നിങ്ങളെങ്കിൽ ഗതി അവസാനിപ്പിച്ചേ പറ്റൂ. ആരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ തന്ത്രപരമായി പറഞ്ഞ്, ജാതി പറഞ്ഞ്, സമുദായം പറഞ്ഞ്, മതം പറഞ്ഞ് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു ഹിഡൻ അജണ്ടയുമായി BJP മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനയും അതിന്റെ പ്രിയാമ്പിളുകളും നഷ്ടപ്പെടുത്തുന്ന ഒരു ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഗുരുതരമായ വീക്ഷണത്തിലൂടെയാണ് BJP നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്നത്. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തുണ്ടായ നിയമങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ഉപദ്രവിച്ചാൽ PA ആക്ട് എന്ന് പറയുന്ന PA ആക്ട് നമ്മുടെ രാജ്യത്ത് പാർലമെന്റിൽ പാസാക്കി സുപ്രീം കോടതി കൊടുത്ത ആളുകളാണ് BJPയുടെ ഗവൺമെന്റ്. എവിടെയാ മാറ്റം? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടികജാതി പ്രേമവും പിന്നോക്ക പ്രേമവും ആളുകൾ ദേശീയത പറയുമ്പോൾ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും അമിത്ഷായും നരേന്ദ്രമോദിയും BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ട്രംപ് ഇന്ത്യ രാജ്യത്ത് വന്നു. ട്രംപ് വന്ന ദിവസമാണ് ഇവിടെ സമരം നടത്തുകയുണ്ടായി. സമരം ആർക്കാണ്? വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് BJPയുടെ ആളുകൾ ഡൽഹിയിൽ ക്രൂരമായി സംവിധാനം ഉണ്ടാക്കിയപ്പോൾ അത് പോയിട്ടുള്ള ആളുകൾ ഏതാണ്ട് 65ഓളം ആളുകൾ മരിച്ചു വീണു. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയുടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നെങ്കിൽ, ഡൽഹിയിൽ ഒരു ഭരണകൂടം ശക്തമായിരുന്നെങ്കിൽ ഒരാൾ പോലും ഡൽഹിയിൽ മരിക്കത്തില്ലായിരുന്നു. ആരെ ശ്രദ്ധിച്ചു? ഇവന്മാര് തമ്മിൽ കിടന്ന് അടി ഉണ്ടാക്കി മരിച്ച് വെടിവെക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇന്ത്യ ഭരിക്കുന്ന ഈ BJP ഗവൺമെന്റും ഡൽഹി ഭരിക്കുന്ന ALPയുടെ ഗവൺമെന്റുമാണ്. ആര് ശ്രദ്ധിച്ചു? നമ്മുടെ രാജ്യത്ത് ഇത്രയും സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ആ സമരത്തിന് ഒരു പോരാട്ടം നടത്തുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ തമ്മിൽ അടിക്കുന്ന ആളുകൾക്കെതിരെ ഒരു പോലീസിന് നിയോഗമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും സുഹൃത്തുക്കളെ ഡൽഹിയിൽ ഒരാൾ പോലും മരിക്കപ്പെടാൻ കഴിയില്ല എന്ന സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ. ഇന്ന് എത്ര പേരാ മരിച്ചത്? 65ഓളം ആളുകളാണ് ഡൽഹിയിൽ മരിക്കുന്നത്. അതോടെ മരിക്കാതെ കിടക്കുന്ന ജീവച്ഛവം പോലെ കിടക്കുന്ന ആയിരങ്ങളുണ്ട്. ആര് നോക്കുവാൻ? അവർക്കൊന്ന് കൃതാർത്ഥത പറയുവാൻ കഴിയാത്ത ഗവൺമെന്റ്, അവരെ ഒന്ന് സന്ദർശിക്കുവാൻ കഴിയാത്ത ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ദോഷകരമായി പോകുന്ന ഒരു കിരാതന്റെ സ്വപ്നവുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന
ലോകരാഷ്ട്രങ്ങളിൽ ഖ്യാതിയുള്ള ഭരണഘടനയാണ്. ഏത് രാജ്യത്തെ ഭരണഘടന പരിശോധിച്ചാൽ പോലും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡോക്ടർ BR അംബേദ്കറും നമുക്ക് വിട്ടുപോയിട്ടുള്ള ഒട്ടേറെ ഭരണാധികാരികളും തയ്യാറാക്കിയ ഭരണഘടനാ സംവിധാനം ലോകത്തിന് ശ്രേഷ്ഠമായ ഭരണഘടനയായിട്ട് തന്നെയാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് വിരാജിക്കുന്നത്. ആ ഭരണഘടനയെ, ആ അധികാരങ്ങളെ, ആ ശ്രേഷ്ഠതകളെ, ആ ദേശീയതയെ മുഴുവൻ മൊത്തത്തിൽ അടിച്ച് തകർത്തുകൊണ്ടു പോകുന്ന ഒരു കിരാത ഭരണമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തെ ഇന്ത്യ രാജ്യത്ത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായി എന്ന പ്രഖ്യാപനമാണ് ഓൾ ഇന്ത്യ തലത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും പൗരത്വ നിയമമുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്തെ പൗരത്വ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ പൗരത്വ നിയമ ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മുസൽമാനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും ജൈനനെയും വിഭിന്ന ചേരിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭീകര ഭരണകൂടമാണ് ഇന്ത്യ രാജ്യത്ത് നിൽക്കൊണ്ടിരിക്കുന്നത്. അതിനേറിയ സമരം. ഇതില്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിഷയമാണോ ഇത്? ഇന്ത്യയിലെ പാഴ്സികൾക്കെതിരെയുള്ള വിഷയമല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള വിഷയമല്ല. ഇത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ദോഷകരമാകുന്ന ഒരു ഭരണകൂട ഭീകരത തന്ത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന അട്ടിമറിക്കുന്ന ഒരു തന്ത്രത്തിലേക്കാണ് BJP മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ജമ്മു കാശ്മീരിലെ ഭരണ സംവിധാനം എടുത്തുകളയുണ്ടായി. അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPയും കേന്ദ്ര പാർലമെന്റിൽ ബഹളമുണ്ടാക്കി. ഈ ഗവൺമെന്റ് അംഗീകരിച്ചില്ല. നമുക്കറിയാം, ഇന്ത്യയിലെ ഭരണഘടന ഏകാധിപത്യത്തിലുള്ള ഒരു ഭരണഘടന, ആ ഭരണഘടനയെ തച്ചുടയ്ക്കുവാൻ ഗൂഢശ്രമമാണ് BJP ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ച കാലം മുതൽ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾ അവരാണ് ഈ നാടിന്റെ മക്കൾ. ഈ ഭൂമി രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗം, ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ടവൻ, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ മാറ്റമുണ്ടാക്കിയ സമുദായങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലുള്ള പങ്ക്, ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്കുള്ള പങ്ക് നമ്മൾ കണ്ടറിയണം. എവിടെയാണ്? വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കിയ ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. ആ ക്രിസ്ത്യൻ സമുദായത്തിന്റെ അവസരോചിതം ഇടപെടലുകൊണ്ട് രാജ്യത്ത് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടാക്കിയ ഒരു സമുദായമാണ്, ഒരു മതമാണ് ക്രിസ്തു മതം. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതത്തിന് പങ്കെന്താണ്? നമ്മുടെ ലോകത്ത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. ചോര കൊടുത്തും നീര് കൊടുത്തും ഇന്ത്യയുടെ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ജീവൻ കൊടുത്ത് പോരാട്ടം നടത്തിയ നേതാക്കന്മാരുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം സമുദായം. ആ സമുദായത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ ഇന്ത്യ രാജ്യത്ത്? ഇന്ത്യ രാജ്യത്തുണ്ട സമസ്ത വിഭാഗങ്ങളുടെയും പോരാട്ട ഫലമായി ഈ ഇന്ത്യ രാജ്യത്തെ ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയാത്ത ഇന്ത്യ മഹാരാജ്യത്ത് മാറ്റമുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളും സമുദായങ്ങളെയും ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കും BJPക്കും മറക്കാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്ത് നിരവധി ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഭരിക്കുമ്പോഴും പൗരത്വ നിയമം ഉണ്ട്. ഈ രാജ്യത്തൊരു സമ്പൂർണമായിട്ടുള്ള ഭരണഘടനയിൽ സമ്മിശ്രമായിട്ടുള്ള ഒരു പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്തുണ്ട്. അവിടെ എന്താണ് തകർക്കുന്നത്? അവിടെ ഒരു പ്രത്യേക സമുദായങ്ങളെയും പ്രത്യേക ജീവിതങ്ങളെയും തച്ചുടയ്ക്കുവാൻ വേണ്ടി, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് BJPയും അമിത്ഷായും നരേന്ദ്രമോദിയും നടപ്പിലാക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ല്. ആ ബില്ല് ചർച്ചയ്ക്കെടുത്തോ രാജ്യത്ത്? ആ ബില്ല് കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA കക്ഷികളും അതോടൊപ്പം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി MPമാരടക്കം അഹോരാത്രം പണിപെട്ടു. ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചില്ല. നമ്മുടെ ഇവിടെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്താത്ത ലോകത്തിലൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത്രയും ദാക്ഷ്യവും അഹങ്കാരവുമായി പോകുന്ന ഒരു ഗവൺമെന്റ്, ഒരു പ്രധാനമന്ത്രി.